നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതുക്കിയ ഫോർമാറ്റിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യ സീസണിലെ പ്രഥമ ഘട്ടത്തിൻ്റെ, അതായത് ലീഗ് ഘട്ടത്തിൻ്റെ 7 റൗണ്ട് മത്സരങ്ങളും കഴിഞ്ഞു. ഇനി ഒരു റൗണ്ട് മത്സരമേ ബാക്കിയുള്ളൂ. പുതിയ ഫോർമാറ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 36 ടീമുകളുള്ള ഒറ്റ ലീഗാണ്. അതിൽ ആദ്യ 8 സ്ഥാനത്തെത്തുന്നവർ നേരിട്ട് അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. 9 മുതൽ 24 വരെ സ്ഥാനത്തുള്ളവർ പ്ലേ ഓഫ് കളിച്ചിട്ട് അതിൽ നിന്ന് വിജയിക്കുന്ന 8 ടീമുകൾ കൂടി റൗണ്ട് ഓഫ് 16 എത്തും. 25 മുതൽ 36 വരെ സ്ഥാനത്തുള്ള ടീമുകൾ എലിമിനേറ്റഡ് ആകും. അപ്പോൾ 7 റൗണ്ട് കഴിയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡിങ്? ഏതൊക്കെ ടീമുകളാണ് ഓൾറെഡി റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കിയിരിക്കുന്നത്? റൗണ്ട് ഓഫ് 16 ഓൾറെഡി ഉറപ്പാക്കിയ 4 ടീമുകളാണുള്ളത്. അതേതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുകയാണ്. 1 തീർച്ചയായിട്ടും ലിവർപൂൾ, 2 FC ബാഴ്സലോണ, 3 ആഴ്സണൽ, 4 ഇന്റർ മിലാൻ. ഈ 4 ടീമുകൾ ഇപ്പോൾ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 7 കളികളിൽ 7 വിജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ. അത് ലിവർപൂളാണ്. 21 പോയിൻ്റ്. അവർ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി. 7 കളികൾ 18 പോയിൻ്റ് ബാഴ്സ രണ്ടാമത്, അവരും റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി. 7 കളികൾ 16 പോയിൻറ്റുമായിട്ട് ആഴ്സണലും ഇന്റർ മിലാനും 4 സ്ഥാനങ്ങൾ നിൽക്കുന്നു. അവരും റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് മത്സരം കൂടി ബാക്കിയുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അവർക്ക് റൗണ്ട് ഓഫ് 16 കളിക്കാം എന്നർത്ഥം. അതേസമയം റയൽ മാഡ്രിഡ്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. റയൽ മാഡ്രിഡ് പുറത്തു പോയേക്കുമോ എന്നുള്ളൊരു ആശങ്കയിൽ നിന്നിരുന്നെങ്കിൽ ഇന്നലത്തെ വിജയത്തോടുകൂടി അവർ പ്ലേ ഓഫ് കളിക്കും എന്ന കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു. റയൽ മാഡ്രിഡ് സെക്യൂർഡ് ദെയർ പ്ലേസ് ഇൻ ദി നോക്കൗട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്ലേ ഓഫ് കളിക്കാം. അത് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും റൗണ്ട് ഓഫ് 16 പോകാനും പറ്റും. പിന്നെ റൗണ്ട് ഓഫ് 16 നേരിട്ട് എത്തണമെങ്കിൽ ആദ്യം 8 സ്ഥാനങ്ങളിൽ എത്തണമല്ലോ. ഇപ്പോൾ 8ാം സ്ഥാനത്തുള്ള ബയർ ലെവർക്യൂസിന് 13 പോയിൻ്റാണ്. 16ാം സ്ഥാനത്തുള്ള റയലിന് 12 പോയിൻ്റാണ്. സോ ടോപ്പ് 8 അടുത്ത റൗണ്ടിന് ശേഷം അവരെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. റയൽ മാഡ്രിഡ് ഏതാണ്ട് സേഫ് സോണിലേക്ക് മാറി എന്നർത്ഥം. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ഥിതിവിശേഷം ഒന്ന് നോക്കുക. അവർ 25ാം സ്ഥാനത്താണുള്ളത്. സോ സിറ്റിക്ക് അടുത്ത കളി വിജയിക്കണം. ക്ലബ് ബ്രൂഗയ്ക്കെതിരെയുള്ള അടുത്ത കളി വിജയിക്കണം. എങ്കിൽ മാത്രമേ 24 ടോപ്പ് 24 ഇടം പിടിച്ച് പ്ലേ ഓഫ് എങ്കിലും കളിക്കാൻ പറ്റുകയുള്ളൂ. PSG സിറ്റിയെ തോൽപ്പിച്ചതോടുകൂടി അവർ ഏതാണ്ട് നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കും. അതായത് പ്ലേ ഓഫ് എങ്കിലും കളിക്കും എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് വിന്നായിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് ഇപ്പോഴുള്ള സ്റ്റാൻഡിംഗ് ഒന്ന് പറയാം. 7 കളികളിൽ നിന്ന് 21 പോയിൻറ്റോടെ ലിവർപൂൾ ഒന്നാമത്. അത്രയും കളികൾ എല്ലാ ടീമും 7 കളി കളിച്ചു. 18 പോയിൻറ്റോടെ ബാഴ്സലോണ രണ്ടാമത്, 16 പോയിൻറ്റോടെ ആഴ്സണൽ മൂന്നാമത്, 16 പോയിൻറ്റോടെ ഇന്റർ മിലാനും 4ാം സ്ഥാനത്ത്. അതായത് ഗോൾ ഡിഫറൻസിൽ വ്യത്യാസമുണ്ട്. സോ ഗോളിന് വലിയ പ്രാധാന്യമുണ്ട് ഗോൾ ഡിഫറൻസിന്. കാരണം ഒരേ പോയിൻ്റുള്ള ടീമുകളുണ്ട് പല സ്ഥലങ്ങളിലും. അത് ഗോൾ ഡിഫറൻസ് വെച്ച് അവരുടെ സ്ഥാനത്തിൽ വലിയ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. 5ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്, 6ാം സ്ഥാനത്ത് AC മിലാൻ. 2 ടീമുകൾക്കും 15 വീതം പോയിൻറ്റുകൾ. 7ാം സ്ഥാനത്ത് അറ്റ്ലാന്റ 14 പോയിൻറ്റ്. 8ാമത് ബയർ ലെവർക്യൂസൻ 13 പോയിൻറ്റ്. ഇനി നോക്കുക. 9ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല, 10ാം സ്ഥാനത്ത് മൊണോക്കോ, 11ാം സ്ഥാനത്ത് ഫെനൂർദ്, 12ാം സ്ഥാനത്ത് ലില്ലി, 13ാം സ്ഥാനത്ത് ബ്രസ്റ്റ്. ഈ ടീമുകൾക്കൊക്കെ 13 പോയിൻറ്റ് തന്നെയാണ്. അതായത് ടോപ്പ് 8 ആ ടീമിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് ഈ ടീമുകളും. സോ ഗോൾ ഡിഫറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ ഒരു സീസണിൻ്റെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. 14ാമതാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട്, 15ാമത് ബയൺ മ്യൂണിക്ക്, 16 റയൽ മാഡ്രിഡ്, 17 യുവൻറ്റസ്, 18 സെൽറ്റിക്. ഈ ടീമുകൾക്കൊക്കെ 12 വീതം പോയിൻറ്റുകളുണ്ട്. ദെൻ 11 പോയിൻറ്റുമായി PSG 19ാമത്, ക്ലബ് ബ്രൂഗയ്ക്കും 11 പോയിൻറ്റ്. അവർ 20ാം സ്ഥാനത്ത്. 10 പോയിൻ്റാണ് ബെൻഫിക്ക, PSG, സ്പോർട്ടിംഗ്, സ്റ്റുട്ട്ഗർട്ട് ടീമുകൾക്ക്. അവർ യഥാക്രമം 21, 22, 23, 24 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. അതേസമയം സിറ്റിയുടെ കാര്യം പരിതാപകരമാണ്. 25ാം സ്ഥാനത്താണ് അവർ. 8 പോയിൻ്റാണുള്ളത്. 26ാം സ്ഥാനത്തുള്ള ഡൈനാമോക്കും 8 പോയിൻ്റാണ്. 27ാം സ്ഥാനത്ത് ഷാക്ത, അവർക്ക് 7 പോയിൻ്റാണുള്ളത്. 28 ബൊളോഞ്ഞ, അവർക്ക് 5 പോയിൻറ്റ്. 29 സ്പാർട്ട പ്രാഹ, അവരുടെ പോയിൻറ്റ് 4. ലീപ്സിഗ്, ജിറോണ, റെഡ് സ്റ്റാർ ബെൽഗ്രേഡ്, സ്റ്റേം ഗ്രാസ്, RB സാൽസ്ബർഗ് ടീമുകൾക്ക് 3 വീതം പോയിൻറ്റുകൾ. അവർ യഥാക്രമം 30, 31, 32, 33, 34 സ്ഥാനങ്ങളിലാണുള്ളത്. 35ാമതുള്ള സ്ലോവൻ ബ്രാറ്റിസ്ലാവക്കും 36ാമതുള്ള യങ് ബോയ്സിനും പോയിൻറ്റുകളൊന്നുമില്ല. അവർ ഓൾറെഡി എലിമിനേറ്റഡ് ആയ കൂട്ടത്തിലാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.